മഹാനായ ഹാത്തിമുൽ അസ്സം റളിയല്ലാഹു അൻഹു ഒരിക്കൽ ഹജ്ജിന് വേണ്ടിയിട്ട് പുറപ്പെടാണ്. അപ്പോൾ മക്കളോടൊക്കെ പറഞ്ഞു, ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഇവിടുന്ന് ഹജ്ജിന് പോവുകയാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, വീട്ടിലൊക്കെ ഉമ്മ പറയുന്നത് കേട്ടിരിക്കണുണ്ടോ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ മക്കൾ പറയാണല്ലോ, ഉപ്പ നിങ്ങൾ പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ആരാ ഭക്ഷണമൊക്കെ തരിക, നിങ്ങൾ പട്ടിണി കിടക്കൂലേ? ഇന്നത്തെ പോലെ ആധുനിക സംവിധാനങ്ങളൊന്നും ഇല്ലാത്തൊരു കാലഘട്ടമാണ്. ഹജ്ജിന് പുറപ്പെടാൻ ഉദ്ദേശിച്ച ആള് ഒരുപാട് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ഇതിനു വേണ്ടിയിട്ട് ഒരുങ്ങണം എന്നല്ല, പോയി കഴിഞ്ഞിങ്ങോട്ട് തിരിച്ചു വരുമെന്നും പറയാൻ പറ്റൂല. കപ്പൽ മാർഗമായിരുന്നു അന്നത്തെ യാത്ര. മഹാനായ ഹാത്തിമുൽ അസ്സം റളിയല്ലാഹു അൻഹു ഇങ്ങനെ പറഞ്ഞപ്പോൾ മക്കള് പട്ടിണിയെക്കുറിച്ച് ഓർമ്മപ്പെടുത്തിയപ്പോൾ ഹാത്തിമുൽ അസ്സം റളിയല്ലാഹു അൻഹുവിൻ്റെ മോള് പറയാണ്, ഇത്രയും കാലം നമുക്കൊരു ബുദ്ധിമുട്ടുമില്ലാതെ ഭക്ഷണം തന്നത് അല്ലല്ലേ, ആ അള്ള നമ്മളെ കൈ വെടിയൂല എന്ന് പറയാണ്. അങ്ങനെ ഉപ്പ ഹജ്ജിന് പോയി. ഒരുപാട് രാത്രികൾ ഇങ്ങനെ കഴിഞ്ഞുകൂട്ടി. ഒരു ദിവസം വീട്ടിൽ പതിയെ പതിയെ പട്ടിണി ഇങ്ങനെ കടന്നു വരാൻ തുടങ്ങുകയാണ്. ഒരു ദിവസം അവരിങ്ങനെ കിടക്കുന്ന സമയത്ത് ഈ മകളെക്കുറിച്ച് ഇങ്ങനെ ചെറിയ മക്കൾ സംസാരിക്കാണ്. നമ്മുടെ താത്ത ഇങ്ങനെ പറഞ്ഞത് കൊണ്ടല്ലേ നമുക്ക് ഇങ്ങനത്തെ ഗതികേട് വന്നത്, അല്ലെങ്കിൽ ഉപ്പ പോകൂലായിരുന്നല്ലോ എന്ന് പറയാണ്. ഈ മകള് അള്ളാഹുവിലേക്ക് കരങ്ങൾ ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുകയാണ്, റബ്ബേ ഇവർക്കിടയിൽ ഇട്ടുകൊണ്ട് നീ എന്നെ നാണം കെടുത്തല്ല, നിന്റെ മേൽ തവക്കുലേൽപ്പിച്ചിട്ടാണ് എൻ്റെ ഉപ്പാക്ക് ഞാൻ സമ്മതം കൊടുത്ത റബ്ബേ, നീ എന്നെ കൈവെടിയല്ലേ എന്ന് പ്രാർത്ഥിക്കാണ്. മഹാനായ സയ്യിദുന ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഭരണമേറ്റെടുത്ത കാലഘട്ടത്തിൽ രാത്രി സമയങ്ങളിൽ തൻ്റെ നാട്ടിലൂടെ ഇങ്ങനെ ഇറങ്ങും. ആരെങ്കിലും എന്തെങ്കിലും കഷ്ടപ്പാടുകളും ദുരിതങ്ങളും അനുഭവിക്കുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ ഹാത്തിമുൽ അസ്സം റളിയല്ലാഹു അൻഹു നാട്ടിലെ ഭരണാധികാരിയും ചെയ്യാണ്. രാത്രി ആയപ്പോൾ ഓരോ വീടുകളിലൂടെയും ഇങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ആരെങ്കിലും അനുഭവിക്കുന്നുണ്ടോ എന്ന് അന്വേഷിച്ച് നടക്കുകയാണ്. അപ്പോൾ ഈ അമീറിന് ദാഹം അനുഭവപ്പെട്ടപ്പോൾ തൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകളോട് പറഞ്ഞു, നിങ്ങൾ എനിക്ക് കുറച്ച് വെള്ളം കൊടുന്നേരി. നേരെ ഇവർ ചെല്ലുന്നത് ഹാത്തിമുൽ അസ്സം റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിലേക്കാണ്. അവിടെ ഹാത്തിം റളിയല്ലാഹു അൻഹുവിനില്ല, ഹജ്ജിന് പോയതാണ്. അപ്പോൾ ഒരു പാത്രത്തിൽ അവർ വെള്ളം കൊടുത്തു, നേരെ രാജാവിന് കൊണ്ടുപോയി കൊടുക്കുകയാണ്. വെള്ളം കുടിച്ചു കഴിഞ്ഞപ്പോൾ രാജാവ് ആ പാത്രത്തിലേക്ക് ഒരു നാണയം, സ്വർണത്തിൻ്റെ നാണയം ആ പാത്രത്തിലേക്ക് നിക്ഷേപിക്കുകയാണ്. എന്നിട്ട് രാജാവ് പറഞ്ഞു, എന്നെ ആരൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടോ അവരൊക്കെ ഈ പ്രവൃത്തി ചെയ്യട്ടെ എന്ന് പറയാം. അങ്ങനെ കൂടെയുള്ള ആളുകളൊക്കെ അവരുടെ അടുത്തുള്ള ഓരോ നാണയങ്ങളും, ഓരോ സ്വർണ്ണ നാണയങ്ങളും ഈ പാത്രത്തിൽ ഇങ്ങനെ നിക്ഷേപിച്ചു. ഇത് നേരെ ആ വീട്ടിൽ കൊണ്ടുപോയി കൊടുത്തു. ഇത് കണ്ടപ്പോൾ ആ വീട്ടിൽ ഉമ്മാക്ക് ഒരുപാട് സന്തോഷമായി. നമ്മളല്ല കൈ വെടിഞ്ഞില്ലല്ലേ, ഒരുപാട് സന്തോഷമായി. അപ്പോൾ തൻ്റെ മകളുടെ അടുത്ത് ചെന്നപ്പോൾ അവളിങ്ങനെ തേങ്ങിക്കരയാണ്. അപ്പോൾ ഉമ്മ ചോദിച്ചു, അല്ല മോളെ നീ എന്തിനാ കരയുന്നത്? നമുക്ക് അള്ളാഹു ഒരുപാട് സമ്പത്ത് ഇപ്പം തന്നില്ലേ, നീ എന്തിനാ കരയുന്നത് മകളെ എന്ന് ചോദിക്കാണ്. അപ്പോൾ ആ മകൾ ഉമ്മാനോട് പറയാണ്, ഉമ്മ അള്ളാഹുവിൻ്റെ അടിമയായ ഈ രാജാവ് നമുക്ക് ഇത്രത്തോളം അനുഗ്രഹങ്ങൾ തന്നു എന്നുണ്ടെങ്കിൽ അള്ളാഹു നമുക്ക് എത്രത്തോളം പാരിതോഷികങ്ങളായിരിക്കില്ലേ സ്വർഗലോകത്ത് കരുതി വെക്കുക എന്നീ മകള് പറയാണ്. തവക്കുലാണ് ഹാത്തിമുൽ അസ്സം റളിയല്ലാഹു അൻഹു മകൾക്ക് ഉണ്ടായിരുന്ന ഏക ആയുധം എന്ന് പറയുന്നത്. അതുപോലെ ഈ കാലഘട്ടത്തിലെ പെണ്ണുങ്ങൾ മാറണമെന്നാണ് എൻ്റെ ആഗ്രഹം. എന്തെങ്കിലും ചെറിയ ബുദ്ധിമുട്ടുകൾ വരുമ്പോഴേക്കും, ചെറിയ പ്രതിസന്ധികൾ വരുമ്പോഴേക്കും നമ്മൾ നേരെ ആത്മഹത്യ ചെയ്യുകയോ ജീവിതം അവസാനിപ്പിക്കുകയോ ചെയ്യരുത്. അള്ളാഹു ഖൈറായ പ്രവർത്തനങ്ങൾക്ക് തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.